ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോഫ്റ്റായൊരു പൂരിയാണ് തയ്യാറാക്കുന്നത്. രാവിലത്തെയും രാത്രിയും ഫുഡിന് പറ്റുന്ന ഒരു അടിപൊളിയായ പൂരി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. പൂരി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി, 1 കപ്പ് ആട്ടപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ തരി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചായി വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. പൂരി കുഴക്കുന്ന സമയത്ത് ചപ്പാത്തി പോലെ കുറച്ച് സോഫ്റ്റ് ആകാതെ കുറച്ച് ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കരുത്. കുറച്ചായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. കുറച്ചുള്ള കൂടി കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാൻ പൂരി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്കൊരു 20 പൂരിയോളം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തുന്ന പലയിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പൂരി ഉരുളകൾ വെച്ചിട്ട് നമുക്ക് വട്ടത്തിൽ തന്നെ പരത്തിയെടുക്കാം. പൂരിക്ക് പറ്റുന്ന കുറേ കറികളുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഈ രൂപത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. അധികം തടിയും പറ്റില്ല, അധികം നേർന്നും ആവാണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തിളച്ച എണ്ണയിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച എണ്ണയിൽ തന്നെ പൊരിച്ചാലാണ് പൂരി നന്നായി പൊങ്ങി വരികയുള്ളൂ. അങ്ങനെ നമ്മൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.